നമസ്കാരം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മൈ റേഡിയോ 90 FM ഒരുക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ധനം NP, തൃശ്ശൂർ ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ്. ഇന്ന് ഇതിനെക്കുറിച്ച് എൻ്റെ കൂടെ ചർച്ച ചെയ്യുവാനായി ഇവിടെ എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ പാലയാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സിന്ധു. അപ്പോൾ ടീച്ചർ, എന്തായാലും പരീക്ഷ വരികയാണ്. കുട്ടികൾക്കൊക്കെ പരീക്ഷയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ആശങ്കകളുണ്ടാവും. അപ്പോൾ നമുക്ക് അധ്യാപകർ എന്ന നിലയ്ക്ക് കുട്ടികൾക്ക് എങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ്, എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് കൊടുക്കാൻ സാധിക്കുക? ആദ്യം തന്നെ നമുക്ക് കുട്ടികളോട് നമ്മൾ പറയുന്നത് പോലെ അതായത് ടെക്സ്റ്റ് ബുക്കുകൾ നല്ല രീതിയിൽ കവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. മൊത്തം 100 മാർക്കാണെങ്കിലും 20 മാർക്ക് CE മാർക്കായിട്ടാണല്ലോ. നമ്മൾ 20 മാർക്ക് CE നിരന്തര മൂല്യനിർണ്ണയം, അത് നമ്മൾ കുട്ടികളുടെ ക്ലാസ്സിലെ സെമിനാറുകൾ, അസൈൻമെൻറ്റുകൾ പോലെയുള്ള ഉപാധികൾ ഉപയോഗിച്ചെടുക്കുന്ന മാർക്കുകളാണ്. പിന്നെ 80 മാർക്കിൻ്റെ എഴുത്തു പരീക്ഷ എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര സമയം സാധാരണ നമുക്കറിയാം, എങ്കിലും ടീച്ചർ അതൊന്ന് വിശദമായിട്ട് പറയാമോ? അതായത് 2.5 മണിക്കൂറാണ് പരീക്ഷ. അതിൽ എഴുത്ത് പരീക്ഷയുടെ സമയം 2.5 മണിക്കൂർ. അതുകൂടാതെ ഒരു 15 മിനിറ്റ് അവർക്ക് കൂൾ ഓഫ് ടൈമാണ്, അതായത് സമാശ്വാസ സമയം. അപ്പോൾ ഈ സമാശ്വാസ സമയത്തെ എനിക്ക് തോന്നുന്നു കുട്ടികൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താറില്ല. അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും നല്ലത്? ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ 2-3 ആവർത്തി ഇങ്ങനെ വായിച്ച് എന്ത് ചെയ്യാം, വേണ്ട ഉത്തരങ്ങളുടെ പോയിന്റ്സുകൾ അവർക്ക് മനസ്സിൽ അപഗ്രഥിച്ച് കുറിച്ച് മനസ്സിൽ തന്നെ കുറിച്ച് വെക്കാവുന്നതാണ്. അതായത് കുട്ടികൾ ഏത് ഉത്തരം എഴുതണം, എങ്ങനെ എഴുതണം എന്നൊരു ക്രോഡീകരണം കുട്ടികൾക്ക് മനസ്സിൽ തന്നെ ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് ഈ 15 മിനിറ്റ് സമയം അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഈ മാർക്കുകളുടെ വിഭജനം, അതുപോലെ തന്നെ നമുക്ക് ധാരാളം ചോയ്സ് ഉണ്ട്, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് ടീച്ചറിന്. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം മൊത്തം ചോയ്സ് വരെ വെച്ചിട്ട് 104 മാർക്ക് അല്ലെങ്കിൽ 103 മാർക്കായിട്ടാണ് നമ്മൾ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യത്തെ ഭാഗത്ത് 2 മാർക്കിൻ്റെ അല്ലേ, കുട്ടി 80 മാർക്കിനെ എഴുതേണ്ടതുള്ളൂ. അതെ, 80 മാർക്കിനെ എഴുതേണ്ടതുള്ളൂ. പക്ഷെ 104 മാർക്കോളം നമുക്ക് ചോയ്സ് പ്രകാരം ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ വിഭാഗത്തിൽ വരുന്നത് 2 മാർക്കിൻ്റെ വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ. അതായത് 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ വസ്തുനിഷ്ഠ ചോദ്യങ്ങളാണ്. സ്കോർ 2 ആയിരിക്കും. അപ്പോൾ 6 ചോദ്യങ്ങൾ കുട്ടിക്ക് ഉണ്ടാവും. കുട്ടി 5 എണ്ണമാണ് എഴുതേണ്ടത്. ഒരെണ്ണം ചോയ്സ് ആയിരിക്കും. പിന്നെ അതിന് ശേഷം വരുന്നതും ഇതുപോലെ തന്നെ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. വീണ്ടും 2 മാർക്കിന്റെ ചോദ്യം. അതിന് ശേഷമാണ് 4 മാർക്കിന്റെ ചോദ്യം. അപ്പോൾ 4 സ്കോറിന്റെ ചോദ്യങ്ങളുടെ ഘടന, അതായത് 4 സ്കോർ വരുന്ന എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും, എത്ര ചോയ്സ് ഉണ്ടാവും കുട്ടികൾക്ക്? 4 സ്കോറിന്റെ 8 ചോദ്യങ്ങൾ. അതിൽ 6 എണ്ണത്തിനാണ് കുട്ടികൾ ഉത്തരം എഴുതേണ്ടത്. അതും ഒരുപാട് ഒന്നും എഴുതണ്ട, അടുക്കും ചിട്ടയോട് കൂടി എന്താ പറയുക, ഒരു 4 മാർക്കിനാകുമ്പം ഒരു 8 വരിയോളം, അത്ര രൂപത്തിലുള്ള 8 വരിയല്ല, 8 പോയിന്റ്സുകളോളം വരുന്ന കാര്യങ്ങൾ. അങ്ങനെയായിരിക്കും ചോദ്യഘടന വരുന്നത്. കൃത്യമായി ചോദ്യത്തിൽ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് ആശയ വ്യക്തതയോടെയും നല്ല ഭാഷയോടെയും എഴുതുക. അതല്ലേ ടീച്ചർ ഉദ്ദേശിച്ചത്? അപ്പോൾ 6 ഉത്തരങ്ങളെ കുട്ടികൾ എഴുതേണ്ടതുള്ളൂ. 8 എണ്ണം കുട്ടിക്ക് എഴുതാനായിട്ടുള്ള ചോയ്സ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു 6 സ്കോർ വരുന്ന ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. 6 സ്കോറിൻ്റെ അത് കുറച്ചധികം, അതായത് 4 സ്കോർ എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി വിപുലമായി എഴുതേണ്ട ഉത്തരങ്ങളാണ്. 6 മാർക്കിന് അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 6 സ്കോറിൻ്റെ ചോദ്യങ്ങളല്ലേ. അപ്പോൾ 6 സ്കോറിൻ്റെ ചോദ്യങ്ങൾക്ക് എത്ര ചോദ്യങ്ങളും എങ്ങനെയുള്ള ഉത്തരങ്ങളുമാണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കാറുള്ളത്? അതായത് 6 മാർക്കിന് മൊത്തം 4 ചോദ്യങ്ങളാണ്. അതിൽ 3 ചോദ്യത്തിന് കുട്ടി ഉത്തരം എഴുതേണ്ടതുള്ളൂ. അത് വളരെ രസകരമായിട്ട് കുട്ടിക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അവർ സമയം അഡ്ജസ്റ്റ് ചെയ്ത് സമയം അത് ക്രമീകരിച്ച് വെച്ച് എഴുതുകയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് മലയാളം പരീക്ഷ നല്ല രീതിയിൽ അവൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ശരിയാണ് ടീച്ചർ പറഞ്ഞത്. കാരണം രസകരമായി എഴുതാവുന്നതാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ടെക്സ്റ്റ് ബേസ് ആണ് നമ്മളുടെ എല്ലാ ചോദ്യങ്ങളും. അപ്പോൾ എപ്പോഴും കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ടെക്സ്റ്റ് മാത്രം ആവർത്തിച്ച് വായിക്കുകയാണെങ്കിൽ ഒരു കഥ പറയുന്നത് പോലെയോ ഒരു ആസ്വാദനം എഴുതുന്നത് പോലെയോ ഒക്കെ കുട്ടികൾക്ക് ഉത്തരം എഴുതി എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ മാതൃഭാഷയായതുകൊണ്ട് കുട്ടികൾക്കത് സ്വാഭാവികമായും എഴുതാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചറിൻ്റെ ഒരു രീതിയിൽ പൊതുവെ എങ്ങനെയുള്ള ഉത്തരങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരു നല്ല മൂല്യനിർണ്ണയ സമയത്ത് എങ്ങനെയുള്ള ഉത്തരങ്ങളായിരിക്കണം കുട്ടി എഴുതേണ്ടത്? വിദ്യാർത്ഥികളുടെ ഭാഷാപരമായ കഴിവ്, ആശയ വ്യക്തത, വിശകലന പാടവം, അതേപോലെ ആസ്വാദന ശേഷി എന്നിവ ഒരു ഉത്തരം നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മളതിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ശരിയാണ്. വിശകലനമായി നല്ല വിശദമായി ഒരു കാര്യത്തെ കുട്ടി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന ഒരു കഴിവ് നമുക്ക് ഉത്തരം വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയണം. അതൊരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയായിട്ട് തോന്നാറുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ 2 സ്കോറിൻ്റെ 4 സ്കോറിൻ്റെ 6 സ്കോറിൻ്റെ കഴിഞ്ഞു. ഇനിയാണ് ഉപന്യാസ സമ്പ്രദായത്തിലുള്ള ചോദ്യങ്ങൾ. ഒന്നും കൂടെ വരുന്നുണ്ട്, ഒരു അവധാരണം എന്ന് പറയുന്ന. ശരിയാണ് അവധാരണം വരുന്നുണ്ട്. അതിപ്പം എങ്ങനെയാന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത് ഒന്നുകിൽ ഒരു കവിതയുടെ ഭാഗം, കാവ്യശകലം തന്നിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഗദ്യത്തിന്റെ ഒരു ഗദ്യഭാഗം തന്നിട്ട് അതിൽ നിന്ന് 3 ചോദ്യങ്ങൾ 2 മാർക്ക്. അത് 6 സ്കോറിൽ തന്നെയാണ് വരുന്നത്. അതും 6 സ്കോറിൽ തന്നെയാണ്. അത് കുട്ടികൾക്ക് താരതമ്യേന എളുപ്പമായൊരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ. എന്നാലും ചിലപ്പോൾ ആ ആൻസറുകൾ നിന്ന് അവർക്ക് എന്ത് 2 മാർക്ക് കുറച്ച് 80 കിട്ടാതിരിക്കുന്ന അവസ്ഥയും വരാറുണ്ട്. ചില സമയങ്ങളിൽ കൃത്യമായി വായിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അവധാരണം വരുന്ന സമയത്ത് അത് കവിതയായിക്കോട്ടെ ഗദ്യമായിക്കോട്ടെ നല്ല കൃത്യമായി വായിച്ച് അതിലെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ 6 മാർക്ക് പൂർണ്ണമായും നമുക്ക് കിട്ടും. 1 or 2 തവണ വായിച്ചിട്ട് ചോദ്യവും ഉത്തരവും തമ്മിൽ ഇടകലരുന്ന ഒരു ഭാഗം കുട്ടി എന്തായാലും കണ്ടെത്താൻ കുട്ടിക്ക് കഴിയുമെന്നുള്ളതാണ്. തീർച്ചയായും കഴിയും. അതിനുശേഷമാണ് നമ്മളുടെ ഉപന്യാസം ചോദ്യം വരുന്നത്. അതിൽ 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ 3 ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് മാത്രമേ കുട്ടി എഴുതേണ്ടതുള്ളൂ. അപ്പോൾ 8 സ്കോറിന്റെ 2 ചോദ്യങ്ങളെ കുട്ടി എഴുതേണ്ടതുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഒരു 1.5 ആണ് നമ്മളോട് എഴുതാൻ ആവശ്യപ്പെടുന്നത്. ഇത് പറഞ്ഞ പോലെയുള്ള പോയിന്റ്സുകൾ കൃത്യമായി ഉപന്യാസം എഴുതുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, കുട്ടികൾക്ക് ഖണ്ഡിക തിരിച്ചെഴുതുക എന്ന് പറയുന്ന ഒരു രീതി കുട്ടികൾ മറന്നുപോയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു ഉപന്യാസത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഒരു വീട്ടിലേക്ക് കടക്കുന്നത് പോലെ ഒരു വാതിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആരംഭം എഴുതണം. അത് കഴിഞ്ഞ് ആ വിഷയത്തിലേക്ക് പോവുക, പിന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുക. അങ്ങനെ ഖണ്ഡിക തിരിച്ച് പ്രാരംഭം, വിഷയം, അങ്ങനെ 2-3 പാരഗ്രാഫുകളിലായിട്ട് വിഷയം, പിന്നെ ഒരു ഉപസംഹാരം. ആ രീതിയിൽ വ്യക്തമായി ഉത്തരം എഴുതുക എന്നതാണ് അതിന്റെ കൃത്യമായൊരു രീതി. ടീച്ചർക്ക് അങ്ങനെ തന്നെയായിരിക്കും, അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മളുടെ ചോദ്യങ്ങൾ, പിന്നെ കുട്ടികളുടെ ഒരു പരാതി എപ്പോഴും വരുന്നത് മലയാളം എഴുതാൻ സമയം തികഞ്ഞില്ല എന്നതാണ്. ഇത്ര ലളിതമായി നമുക്കത് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ അത് പറയുന്നത് എന്നതാണ്. അതായത് ഇവര് ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനുള്ള ആൻസർ അല്ല ഇവർ എഴുതുന്നത്. ഇവർ വാരി വലിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് എഴുതുവാണ്. അപ്പൊ ആ എഴുത്തിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. അത് കുട്ടികൾ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് കുട്ടികൾ എഴുതുവാണെങ്കിൽ വളരെ എളുപ്പമുള്ള, വളരെ രസകരമായ ഉത്തരം, അതായത് എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിനുള്ള ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് എഴുതുന്നതല്ല ഒരു ഉത്തരം, ആധികാരികമായി കൃത്യമായി എഴുതുന്നതാണ് ഉത്തരം. ആ ഉത്തരത്തിലേക്ക് എത്തുവാൻ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് സൂചനകൾ ഉണ്ടാവും. കൃത്യമായി വായിച്ചത് എഴുതുക എന്നതാണ് ഒരു കുട്ടിക്ക് ചെയ്യാനുള്ളത്. തീർച്ചയായും മലയാളത്തിൽ 80-ൽ 80 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം കഴിയും എന്നുള്ളതാണ്. എളുപ്പമാണ്. കാരണം ടെക്സ്റ്റാണ് നമ്മളുടെ ആധാരം. മറ്റൊരു മെറ്റീരിയലും നമുക്ക് ആവശ്യമില്ല. ടെക്സ്റ്റ് മാത്രം നിങ്ങളെടുത്തോളൂ. ഏത് ചോദ്യത്തിലും ടെക്സ്റ്റിലെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന പാഠത്തിലെ ഒരു വരിയെങ്കിലും തരാതെ ആ ചോദ്യം ഉണ്ടാവില്ല. ടെക്സ്റ്റ് തന്നെയാണ് ആധാരം. അതുകൊണ്ട് ടെക്സ്റ്റ് കൃത്യമായി ആവർത്തിച്ച് വായിക്കുന്ന ഒരാൾക്ക് ഒരു സംശയവും ഇല്ലാതെ ഉത്തരം എഴുതുവാനായിട്ട് സാധിക്കും. മറ്റൊന്നും കുട്ടികൾ അന്വേഷിച്ചു പോവേണ്ടതില്ല. അവർ പഠിക്കുന്ന പാഠഭാഗങ്ങൾ, ആ പാഠം മാത്രമേ അവർക്ക് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ പാഠഭാഗങ്ങളാണ് പ്രധാനമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടീച്ചർ നമുക്ക് ആ പാഠങ്ങളിലൂടെ ഒന്ന് പോയാലോ? അപ്പോൾ ടീച്ചർ ഒന്ന് നമ്മളുടെ ആദ്യത്തെ യൂണിറ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ? അപ്പോൾ നമുക്ക് ഈ വർഷം
4 യൂണിറ്റുകളാണുള്ളത്. ആ 4 യൂണിറ്റിൽ ഒന്നാമത്തെ യൂണിറ്റ് എഴുത്തകം, രണ്ടാമത്തേത് തനതിടം, മൂന്നാമത് ദർപ്പണം, 4 മാധ്യമം. അപ്പം ഈ 4 ആദ്യത്തെ യൂണിറ്റായ എഴുത്തകം, ആ എഴുത്തകത്തിൽ എഴുത്തച്ഛൻ്റെ, അതായത് എഴുത്തകം എന്നാണ് അകത്തുള്ള എഴുത്ത്. അപ്പം എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ആ മഹാഭാരതം കിളിപ്പാട്ടിലുള്ള സംഭവ പർവ്വത്തിലുള്ള കണ്ണാടി കാൺമോളവും എന്ന പാടാണ് ഒന്നാമത്തേത് വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സമകാലിക പ്രസക്തിയുള്ള ഒരുപാട് സംഭവങ്ങൾ അന്ന് തന്നെ എഴുത്തച്ഛൻ പലതരം ലോകോക്തികളിലൂടെ നമ്മളോട് ഈ പാഠത്തിലൂടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ അവസ്ഥയൊക്കെ പറയുന്നത് തീർച്ചയായും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായൊരു പാഠഭാഗമാണ് തന്നെയാണ് കണ്ണാടി കാൺമോളവും എന്നത്. കണ്ണാടി കാൺമോളവും കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിന്റെ പ്രകാശം ജലം പോലെയാണ്. അതെ, മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായ ഗാബോയുടെ ഒരു പാഠഭാഗമാണ് നമുക്ക് വരുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഈ കടമ്മനിട്ടയുടെ കിരാതവൃത്തം എന്ന കവിത. അപ്പോൾ ഒരുപാട് ബിംബങ്ങൾ ഒരുപാട് ബിംബങ്ങൾ വന്ന് എന്തൊക്കെയോ ആയിട്ട് പടയണിയും പരിസ്ഥിതിയും ചേർന്ന ഒരു താളം തന്നെയാണ് കിരാതവൃത്തം വരുന്നത്. 4-മതായിട്ട് വരുന്ന ആ പാഠം എന്ന് പറയുന്നത് അവകാശങ്ങളുടെ പ്രശ്നം. അത് പി പത്മരാജന്റെ ഒരു സിനിമയിലൂടെയാണ് നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ പത്മരാജനെ അറിഞ്ഞത്. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് പത്മരാജൻ എന്ന് പറഞ്ഞ സിനിമ എന്നാണ്. പിന്നീടാണ് കുറച്ചും കൂടെ വലുതാവുമ്പോഴാണ് കഥയും ഇതൊക്കെ ആയിട്ട് പത്മരാജന്റെ അവകാശങ്ങളുടെ പ്രശ്നം. അപ്പൊ ഈ 4 പാഠങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രവേശകം അതിനുണ്ട്. തീർച്ചയായിട്ടും പ്രവേശകം എന്നാൽ നമ്മൾ വെറുതെ പ്രവേശിക്കുന്ന യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്ന ഒന്നല്ല നമുക്ക് പ്രവേശകം. പാഠഭാഗങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന, അതെ, നമ്മൾക്ക് ചില താക്കോലുകൾ ഇട്ട് മാത്രം തിരിച്ചു കയറാകുന്ന ഒന്നായിട്ട് മാറും പ്രവേശകം. ഈ പ്രവേശകം ചോദ്യം വരാറുണ്ടല്ലേ നമുക്ക്? ചിലപ്പോൾ 2 മാർക്കിന്റേതോ 4 മാർക്കിന്റേതോ ചോദ്യങ്ങള് പ്രവേശകത്തിൽ നിന്ന് വരാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു മലയാളിയായ ഭൗതിക ശാസ്ത്രജ്ഞനായ ECG സുദർശൻ എങ്ങനെയാണ് ഫിസിക്സിലെ തൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് മലയാളം ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തിയത് എന്നാണ് അതിലൂടെ നമ്മളോട് പറയുന്നത്. അതെ, മലയാളിക്ക് വേണ്ടതായ ഒരു അഭിമാന ബോധം അദ്ദേഹം നമുക്ക് തരുന്നതാണ്. അത് കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ഇത് മാതൃഭാഷയിലൂടെ പഠിച്ചാൽ നേടാത്തതായിട്ട് ഒന്നുമില്ല എന്നതാണ് ECG സുദർശൻ അതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ട് വരുന്നത്. അപ്പോൾ എഴുത്തകം യൂണിറ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു. 2-മത്തെ യൂണിറ്റ് നമുക്ക് തനതിടമാണ്. തനതിടം കലകളെ കുറിച്ചുള്ളതാണ്. കലകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളം കലകളെ കൊണ്ട് സമ്പന്നമാണ്. കലകളിൽ തന്നെ അതിൽ ഏറ്റവും ആദ്യം പ്രവേശകമായി നമുക്ക് വരുന്നത് കാക്കാരിശി നാടകമാണ്. കാക്കാരിശി നാടകം നാടോടി നാടകമാണ്. നാടോടി നാടകം പ്രത്യേകമായ അരങ്ങുകളോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സ്ക്രിപ്റ്റോ ഒന്നുമില്ലാതെ തന്നെ ഉത്സവപ്പറമ്പുകളിൽ നടത്തി വന്നിരുന്ന, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അന്നത്തെ കാലത്തെ പ്രസക്തി നമുക്കിപ്പോൾ ഇല്ല കാക്കാരിശി നാടകത്തിന്, ഇല്ല. അപ്പോൾ ഈ കാക്കാരിശി നാടകമാണ് നമ്മളുടെ പ്രവേശകം. കാക്കാരിശി നാടകത്തെ കുറിച്ച് ചോദ്യം വരാറുണ്ട്. അതിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു 6 മാർക്കിന്റെ ചോദ്യം പോലും ഒരു വർഷം ഞാൻ കണ്ടിട്ടുണ്ട്. കാക്കാരിശി നാടകത്തെ കുറിച്ച് 2 മാർക്ക് സ്ഥിരം കാണാറുണ്ട്. കാക്കാരിശി നാടകത്തെ കുറിച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് വിവരങ്ങൾ. അത് നിങ്ങൾക്ക് അതിൻ്റെ ആശയവും വെച്ചിട്ട് അത് എഴുതാവുന്നതാണ്. പിന്നെ നമുക്ക് മലയാളിയുടെ സംസ്കാര രൂപീകരണത്തിന് സഹായിച്ച ഘടകങ്ങളാണ് കലകൾ വരുന്നത്. 2-മത് നമുക്കതിൽ വരുന്നത് കേശിനി മൊഴി, അതായത് ഉണ്ണായി വാര്യരുടെ നളചരിതത്തിലെ ഒരു ഭാഗം, വളരെ ചെറിയൊരു ഭാഗമാണുള്ളത്. പക്ഷേ ആ ഭാഗം ഉണ്ണായി വാര്യരുടെ കാവ്യ സൗന്ദര്യത്തെയും കഥാപാത്ര രൂപീകരണത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ സാധ്യതകൾ എടുക്കുന്ന ഒരു ഭാഗമാണ്. ടീച്ചറിനത് തോന്നിയിട്ടുണ്ടാവും. ഒരു എൻ്റെ രംഗത്തിൽ മാത്രം വരുന്ന കേശിനിയാണ് ചോദ്യം വരാറ്. കേശിനിയെ ചുറ്റിപ്പറ്റിയാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഈ പാഠത്തിൽ നിന്ന് എപ്പോഴും ചോദ്യം വരാറ്. അതായത് കേശിനി എന്ന കഥാപാത്രം ആ നളചരിതം 4 ദിവസത്തിലും ആകെ വളരെ കുറച്ചേ വരുന്നുള്ളൂ. പക്ഷെ ആ കേശിനി എന്ന കഥാപാത്രത്തിനെ സൃഷ്ടിച്ച വൈദഗ്ധ്യം അത് ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനോഹരമായൊരു കാവ്യഭാഗമായിട്ടാണ് അത് വിലയിരുത്തപ്പെടാറുള്ളത്. പിന്നെ അടുത്ത പാഠം ആയിട്ട് വരുന്നത് കാവാലം നാരായണ പണിക്കരുടെ
അഗ്നിവർണ്ണന്റെ കാലുകൾ, നമ്മുടെ തനത് നാടകവേദി. അപ്പോൾ തനത് നാടകവേദിയെ കുറിച്ചും അഗ്നിവർണ്ണന്റെ കാലുകളെ കുറിച്ചും രണ്ട് തരത്തിലും ചോദ്യം വരാറുണ്ട്. അപ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ച് തനത് നാടകവേദി എന്താണ് എന്ന് കുട്ടികൾ ക്ലാസ്സിൽ നിന്നും കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ അഗ്നിവർണ്ണന്റെ കാലുകളിൽ പറയുന്ന പ്രധാന ഭാഗങ്ങൾ എല്ലാം തന്നെ എല്ലാ കാലത്തേക്കും കാലാതീതമായി നിലകൊള്ളുന്നതാണ്. കാലാതീതം എന്നൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സമകാലിക പ്രസക്തി എന്നല്ല, ഏത് കാലത്തേക്കും പ്രസക്തമായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ തന്നെ അടിച്ചുതളിക്കാരിയെ ഇത്രയും പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നാടകം എന്ന കലാരൂപം പലതരത്തിലുണ്ടെന്നും ആ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ കലാരൂപം അതിന്റെ സാധ്യതകളും കുട്ടികൾ ഇതിൽ നിന്ന് പ്രത്യേകം ഒരു വേദി വേണ്ട നാടകം അവതരിപ്പിക്കാൻ പ്രത്യേക വേഷവിധാനം വേണ്ട എന്നുള്ളത് നമ്മളോട് പറഞ്ഞു തരുന്നത് തനത് നാടകവേദിയാണ്. കേരളത്തിന്റെ നാടക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് തനത് നാടകവേദിയായിട്ട് കാണാം. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന പാഠം എന്ന് പറയുന്നത് ഈ മാപ്പിളപ്പാട്ടിന്റെ കേരളീയതയാണ്. മാപ്പിളപ്പാട്ടിലെ കേരളീയതയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാ, നമുക്ക് കൺഫ്യൂഷൻ, നമുക്കും പോലും കൺഫ്യൂഷൻ ആവുന്ന, കുട്ടികൾക്ക് എപ്പോഴും പ്രശ്നം വരുന്ന ഒന്നാണത്. അതായത് കലാമണ്ഡലം ഹൈദരലി ആത്മകഥാപരമായ മഞ്ജുതരയിലെ ഭാഗമായ പദത്തിൽ കലാമണ്ഡലം കഥകളി സംഗീതജ്ഞനായ കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥയിൽ ഒരു ഭാഗമുണ്ട്. അതിനോടൊപ്പം തന്നെ മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന എം.എൻ. കാരശ്ശേരി മാഷിന്റെ പുലിക്കോട്ടിൽ ഹൈദർ എന്ന മാപ്പിളപ്പാട്ട് രചയിതാവിനെ കുറിച്ചുണ്ട്. ഈ പേര് രണ്ടും ഒന്നായതുകൊണ്ട് കുട്ടികളിൽ പലപ്പോഴും ഒരു ആശയക്കുഴപ്പം വരാറുണ്ട്. സാധാരണ നമ്മൾ വാല്യുവേഷനിൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണാറുണ്ട്. എങ്കിലും ഇപ്പം നമ്മൾ ഓരോരോ ക്ലാസ്സുകളിലും ഈ പാഠം എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ പറയും മാറിപ്പോകരുത്. അതിന്റെ ഫലമായിട്ട് വ്യത്യാസമുണ്ട്. എങ്കിലും അത് കുട്ടികൾ ശ്രദ്ധിക്കണം. കാരണം കലാമണ്ഡലം ഹൈദരലി കഥകളി സംഗീതജ്ഞനാണ്. മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന് ഉദ്ദേശിക്കുന്നത് പുലിക്കോട്ടിൽ ഹൈദറിനെ കുറിച്ച് എം.എൻ. കാരശ്ശേരി മാഷ് എഴുതിയ ലേഖനമാണ്. അത് കുട്ടികൾക്ക് ആശയക്കുഴപ്പമില്ലാതെ എഴുതുവാനായിട്ട് ആവർത്തിച്ചുള്ള വായന സഹായിക്കും. അതായത് കലാമണ്ഡലം ഹൈദരലിയുടേത് അദ്ദേഹത്തിന്റെ ജീവിത പാഠത്തിൽ നിന്നുള്ള ആത്മകഥയാണ്, ജീവിത പാഠമാണെങ്കിൽ പിന്നെ ഈ പുലിക്കോട്ടിൽ ഹൈദറിൻ്റെത് എന്താണ് അതായത് സാമൂഹ്യ പശ്ചാത്തലം, അന്നത്തെ മാപ്പിള സാഹിത്യവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പശ്ചാത്തലമാണ് കാരശ്ശേരി മാഷ് അതിൽ പറയുന്നത്. പക്ഷെ രണ്ടും നല്ല പാഠങ്ങളാണ്. എനിക്ക് കലയുടെ പാഠങ്ങൾ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മളുടെ കുട്ടികൾക്ക് ശരിക്കും അത് സംസ്കാരത്തെക്കുറിച്ചും അതുപോലെ പരിവർത്തനത്തെക്കുറിച്ചും സാമൂഹ്യമായ ഉന്നമനവും അത് ലക്ഷ്യമാക്കുന്നുണ്ട്. നല്ല ഒരു യൂണിറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ഈ യൂണിറ്റ്, രണ്ടാമത്തെ യൂണിറ്റ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ സ്കോറും കുട്ടികൾക്ക് കിട്ടാറുണ്ട്. കാരണം രസകരമായി തന്നെ ഉത്തരം എഴുതാവുന്ന ഒരു യൂണിറ്റാണ് കലകളെ കുറിച്ചുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ദർപ്പണമാണ്. ദർപ്പണം തന്നെ പറഞ്ഞാൽ തന്നെ എന്താ, കണ്ണാടിയാണ്, തന്നിലേക്ക് തന്നെ നോക്കുകയാണ് ദർപ്പണം. ദർപ്പണത്തിൽ ആദ്യം വരുന്നത് നമ്മളുടെ അയ്യപ്പ പണിക്കരുടെ മോഷണമാണല്ലോ. മുമ്പ് നെടുമുടി വേണുവും മറ്റും ചൊൽക്കാഴ്ചയായി അവതരിപ്പിച്ചിട്ടുള്ള താളാത്മകമായ ഒരു കവിതയാണ് മോഷണം. പിന്നെ നമുക്ക് വരുന്നത് തന്നെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ശീലാവതി ചരിതത്തിലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ അവസ്ഥയുടെ മറ്റൊരു ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗത്തും സ്ത്രീ അവസ്ഥ വന്നു, രണ്ടാമത്തെ ഭാഗത്തും വന്നു, അതായത് അടിച്ചുതളിക്കാരി ശീലാവതിയിൽ വരുന്നു. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു സ്വതസിദ്ധമായ പരിഹാസം, അത് ഭംഗിയായി വന്നിട്ടുള്ളൊരു ഭാഗമാണ് നമ്മളുടെ ശീലാവതി ചരിതത്തിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രേസിയുടെ അതൊരു അസാധ്യ കഥയാണ്. ഗൗളി ജന്മവും നമ്മൾക്ക് ഈ മൂന്നാമത്തെ യൂണിറ്റില് അതാണ് ആത്മം തന്നെയാണ്. പക്ഷെ ഗ്രേസിയുടെ ഈ കഥ നമ്മളെ കൂർത്ത പരിഹാസത്തിലൂടെയാണ് നോക്കിപ്പിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാർ കഴിഞ്ഞ് ഈ കാലത്തിൽ എനിക്ക് തോന്നുന്നു അത്രയും വളരെ മൂർച്ചയേറിയ ഒരു പരിഹാസത്തിലൂടെയാണ് സ്വയം നോക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അടുത്തത് അതിൽ തന്നെ വരുന്ന മറ്റൊരു ഭാഗം ചെറിയാന്റെ തേങ്ങ, കൊല്ലാങ്കണ്ടത്തിൽ ചിരിച്ച് മരിക്കുന്ന യുക്തി രഹിതമായ ഹാസ്യത്തിൽ അയുക്തി ഹാസ്യം.
കാരണമാകുന്നു മേഖലയിൽ. അപ്പൊ ദർപ്പണം എന്ന യൂണിറ്റിൽ പ്രധാനമായിട്ട് നമുക്ക് ശീലാവതി ചരിതത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതെ, ഒരു പ്രത്യേക കാര്യം എനിക്ക് തോന്നാറുണ്ട്, എല്ലാ പാഠങ്ങളിൽ നിന്നും ചോദ്യം തീർച്ചയായും വരാറുണ്ട്. മലയാളത്തിൽ ഇത്ര യൂണിറ്റിൽ ഇത്ര മാറ്റിവെക്കാമെന്നൊന്നും പറയാൻ ഒന്നുമില്ല, പറ്റില്ല. എല്ലാ പാഠങ്ങളിൽ നിന്നും, യൂണിറ്റുകളിൽ അതായത് നിന്നും. പ്രവേശകങ്ങൾ ഉൾപ്പെടെ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചോയ്സിൽ ഒന്നോ രണ്ടോ മാറ്റി വെക്കാൻ സാധിച്ചാൽ പോലും എല്ലാ പാഠങ്ങളും ചോദ്യപേപ്പറുകളിൽ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ അതിൽ വരുന്ന മറ്റു 2 പാഠമാണ്. ഒന്ന് അതാണ് യാത്രാ വിവരണങ്ങളുടെ. യാത്രകൾ മനുഷ്യനെ എപ്പോഴും, ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം, യാത്രകളുടെ പഴയ പുസ്തകങ്ങൾ, യാത്രാ വിവരണങ്ങളിൽ നിന്നൊക്കെ മാറി നമ്മൾ യാത്രകളുടെ വ്ളോഗുകളും യാത്രകളുടെ ഏറ്റവും പുതിയതായിട്ടുള്ള ഇപ്പൊ കാണുന്ന ഒരുപാട് ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്ന് അതൊന്നുമില്ലാതിരുന്ന കാലത്താണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ഹിമാലയൻ യാത്ര വരുന്നത്. ഒരു വ്യക്തമായ ചിത്രമാണ് എസ് കെ നമുക്ക് തരുന്നത്. കൃത്യമായും ഹിമാലയത്തിൻ്റെ പ്രദേശങ്ങളും മനുഷ്യരും, സഞ്ചാര സാഹിത്യത്തിൻ്റെ ചക്രവർത്തിയുടെ എസ് കെയുടെ ഒരു ചെറിയ വിവരണം, ഹിമാലയൻ യാത്രാ വിവരണവും പിന്നെ MP വീരേന്ദ്രകുമാറിന്റെ യമുനോത്രിയുടെ ഭാഗവും നമുക്കുണ്ട്. ഊഷ്മളതയെക്കുറിച്ചുള്ള യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്ന ഭാഗം. ഈ 2 പാഠഭാഗങ്ങളും ഹൈമവതത്തെക്കുറിച്ച്, ഹിമാലയത്തെക്കുറിച്ചൊരു ധാരണ, ഇന്ന് ഒരുപാട് ഹിമാലയൻ യാത്രാ വിവരണങ്ങളുണ്ട്, അതുപോലെ തന്നെ വ്ളോഗുകളും വീഡിയോകളും നമുക്ക് കിട്ടാനുണ്ട്. എല്ലാം നമുക്ക് സഹായകമാണ്. പക്ഷെ ഓരോ യാത്രയും വ്യത്യസ്തമാണ്. എസ് കെ കണ്ടതല്ല നമ്മൾ പോവുക, വീരേന്ദ്രകുമാർ കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്കത് കുട്ടികൾക്ക് രസകരമായി തോന്നിയിട്ടുണ്ട്. ഡിജിറ്റൽ ക്ലാസ്സിലത് രസകരമായിരിക്കും. അവർ ചെയ്യാൻ പോകുന്ന യാത്രകളെ കുറിച്ചും അതുപോലെ നമ്മുടെ ഈ വേദം പകുത്തെടുത്ത, അതായത് ഇന്ന് നമ്മൾ മാനാഗ്രാമം എന്ന് വിളിക്കുന്ന പ്രദേശത്തില് എഴുതിയതിനെ കുറിച്ചും ചോദ്യങ്ങളൊക്കെ ധാരാളം വരാറുണ്ട്. സാധ്യതയുള്ള നല്ലൊരു പാഠമാണ്. പിന്നെ എസ് കെ മനുഷ്യരെ കുറിച്ചിട്ടാണ് എഴുതാറ്. അപ്പൊ എസ് കെയുടെ കാഴ്ചപ്പാട് അത് എപ്പോഴും ചോദ്യമായിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ ആ ദർപ്പണത്തിൽ നമുക്ക് മോഷണം, പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ശീലാവതി ചരിതം, ചെറിയാന്റെ തേങ്ങ, പിന്നെയാണ് ഈ 2 യാത്രാവിവരണങ്ങൾ വരുന്നത്. 3ാമത്തെ യൂണിറ്റ് ദർപ്പണമാണ്, തന്നിലേക്ക് തന്നെയുള്ള ഒരു നോട്ടം. പാഠം തന്നെയാണ് ഇവിടെയും പ്രധാനം. നിങ്ങൾക്ക് പാഠത്തിലുള്ള ഭാഗങ്ങൾ തന്നെയാണ് ചോദിക്കാറുള്ളത്. അതിൻ്റെ കൂടെ ആസ്വാദനമായിട്ടോ വിശകലനമായിട്ടോ പ്രതികരണമായിട്ടോ ഉത്തരം എഴുതുവാനായിരിക്കും ചോദിക്കുക, പിന്നെ 4ാമത്തെ യൂണിറ്റ് അത് മാധ്യമ പഠനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പൊ എവിടെയും എപ്പോഴും വാർത്തകളാവുകയും വാർത്തകളാക്കുകയും ചെയ്യപ്പെടുന്ന ഒരു കാലം. എനിക്ക് തോന്നുന്നു മലയാളം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ആദ്യം നമുക്കൊരു സായിനാഥിന്റെ ചെറിയൊരു പ്രവേശകമുണ്ട്. മുതിർന്ന പത്രപ്രവർത്തകനായ സായിനാഥ് പറയുന്ന പി സായിനാഥിന്റെ ഒരു ചെറിയ പ്രവേശകം. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സാധാരണ സ്പോർട്സ് ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് വിശ്വനാഥ് എഴുതിയത്. സച്ചിന്റെ വിടവാങ്ങലിനെ കുറിച്ച്, വാങ്കഡയുടെ ഹൃദയത്തുടിപ്പ്, സച്ചിന്റെ അവസാനത്തെ മാച്ച്. ഇപ്പോഴത്തെ കുട്ടികൾ സച്ചിനല്ല അവരുടെ താരമെങ്കിൽ പോലും അത് വായിച്ചും പഠിച്ചും കഴിയുമ്പോൾ അവർക്ക് ആ കാലഘട്ടം ബോധ്യപ്പെടാറുണ്ട്. അത് ഒരു വളരെ അതെ, നല്ലൊരു ലേഖനമാണ്. കാരണം ഇമോഷണലി, വൈകാരികമായിട്ട് സ്പോർട്സിനെ സമീപിക്കുന്ന ഒരു ലേഖനമാണ്. നല്ല രീതിയിൽ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് പ്രബോധചന്ദ്രൻ നായർ സാറിന്റെ പരമ്പരാഗത മാധ്യമങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനമാണ്. അതായത് മാധ്യമങ്ങൾ അച്ചടിയിൽ നിന്നും ദൃശ്യ മാധ്യമങ്ങളിലേക്ക് പോകുന്നത്, ശ്രവണ മാധ്യമമായ റേഡിയോയെ കുറിച്ച് അദ്ദേഹം എല്ലാ മാധ്യമങ്ങളും സ്പർശിച്ചു പോകുന്നുണ്ട്. പിന്നെ ആദർശിന്റെ നവമാധ്യമങ്ങൾ. അതെ, ഈ നവമാധ്യമങ്ങൾ എന്ന പേര് നമുക്കിപ്പോ മാറിയിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ സാമൂഹിക മാധ്യമങ്ങൾ എന്ന വാക്കാണ് ശരി. കാരണം നവം എന്നും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സാമൂഹിക മാധ്യമങ്ങൾ എന്നാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സാമൂഹിക മാധ്യമങ്ങൾ എന്ന ഒരു പ്രയോഗം തന്നെ നമുക്ക് കുട്ടിക്കൊരു മാറ്റമായിട്ടാണ്. പിന്നെ അതോടൊപ്പം തന്നെ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ നൃത്തം എം മുകുന്ദന്റെ നൃത്തത്തിൽ നിന്നുള്ള ഒരു ഭാഗവും നമുക്കുണ്ട്. അതൊരു രസമാണ്. അതിൽ അദ്ദേഹം
ആദ്യം പോയി കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ ഇന്ന് കുട്ടികൾ പറയും എഴുന്നേറ്റ ഉടനെ തപ്പുന്നത് ഫോണാണ്. ഫോണിൽ നിന്ന് നോക്കിയിട്ടാണ് അവർ അടുത്ത കർമ്മങ്ങളിലേക്ക് പോകുന്നത് എന്നത്. എനിക്കതിൽ ആദർശിന്റെ ലേഖനം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായൊരു വിശകലനം നമുക്കതിൽ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആധുനികമായ ഒന്നിലാണ് നമ്മളുടെ 4ാമത്തെ യൂണിറ്റ് നിൽക്കുന്നത്. ഈ 4 യൂണിറ്റും എല്ലാ കാലത്തേക്കും പ്രസക്തമായതും അതിൽ നിന്ന് കൂടുതൽ അറിവ് നേടുവാൻ സാധിക്കുന്നതുമാണ്. അപ്പം ഈ നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഈ മാധ്യമ ലോകം എത്രത്തോളം നമ്മൾ നവീനമായി വിശകലനം ചെയ്യുന്നുവോ അത്രത്തോളം ആഴപ്പരപ്പിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് ഈ യൂണിറ്റിലൂടെ. ശരിയാണ് ടീച്ചർ പറഞ്ഞത്. അപ്പം ഈ 4 യൂണിറ്റുകളും ഒട്ടും വിരസമല്ല. കുട്ടികൾക്ക് വായിച്ചു പോകുവാനായിട്ട് രസകരമായി തന്നെയാണത് രൂപീകരിച്ചിട്ടുള്ളത്. ഈ 4 യൂണിറ്റുകളും എല്ലാ പാഠങ്ങളും തുല്യ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ 80 മാർക്ക് സ്കോർ ചെയ്യാൻ കുട്ടികൾക്ക് ഈ 4 യൂണിറ്റ് കൃത്യമായിട്ട് പഠിച്ചാൽ ആ പഠിക്കുന്ന അത് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് എളുപ്പത്തിൽ സാധിക്കും. 80 എന്ന 100ലേക്ക് എത്തുവാൻ ഒരു പ്രയാസവും നമുക്ക് ഇല്ല. 20 മാർക്ക് സി എന്തായാലും അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. കാരണം മിടുക്കരായ ഒരാൾക്ക് 20ന്റെ സി കിട്ടുവാനായിട്ട് കൃത്യമായ വർക്കുകൾ ചെയ്താൽ മതി, നിരന്തര മൂല്യനിർണ്ണയമായതുകൊണ്ട്. പിന്നെ 80 മാർക്ക് എഴുതി വാങ്ങിക്കുവാനും കുട്ടിക്ക് യാതൊരു പ്രയാസവും ഇല്ല. ടെക്സ്റ്റ് നന്നായി വായിക്കുക, ആവർത്തിച്ച് ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കുക, നല്ല ഭാഷയിൽ ആശയവ്യക്തതയോടെ വിശകലന പാടവത്തോടെ ഉത്തരങ്ങൾ എഴുതുക. ഓരോ ഉത്തരവും എഴുതുന്നതിന് മുൻപ് കൃത്യമായ ധാരണയോടെ എഴുതുക. എന്തിനാണ് എഴുതുന്നത്, അത് ആ 15 മിനിറ്റ് സമാശ്വാസ സമയം പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരുപാട് എഴുതുന്നതിലല്ല കാര്യം, എഴുതാനുള്ള സമയവും അതെ കൃത്യമായി എഴുതുന്നതിലാണ് കാര്യമുള്ളത്. മുൻപൊക്കെ ആയിരുന്നു മലയാളം ഒരുപാട് എഴുതണം എന്നൊരു ധാരണയുണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് അതല്ല, ഒരുപാടില്ല, കൃത്യമായ ഉത്തരമാണ്. അതെ, കാച്ചിക്കുറുക്കിയ ഉത്തരങ്ങൾ കൃത്യമായി എഴുതുക എന്നതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാധുര്യമേറിയ ഒരു വിജയം, മധുരതരമായ മലയാളം മാതൃഭാഷ മധുരതരമായ ഒരു പരീക്ഷയായി മാറ്റുവാൻ ഒരു പ്രയാസവുമില്ല. മലയാളികൾക്ക് മാതൃഭാഷ ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ ഒരു പഠനം ആവശ്യവുമില്ല. വായിച്ചാൽ തന്നെ ഹൃദയസ്ഥമാക്കാനും എഴുതുവാനും സാധിക്കും. ഇനി ഒരു പ്രത്യേക കാര്യം ഒന്ന് പറയാന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ ആൻസർ പേപ്പർ നമ്മൾ നോക്കുമ്പം വൃത്തിയിൽ ആൻസർ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ അതെനിക്കും തോന്നാറുണ്ട്. അവര് പരീക്ഷയുടെ വെപ്രാളം കൊണ്ടാണോ ഉത്തരം എഴുതി തീർക്കുവാനുള്ള ആശങ്കകളെ കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ക്വസ്റ്റ്യൻ നമ്പറുകൾ പലപ്പോഴും അവർ ഇടാറില്ല, അഥവാ ഇട്ടാൽ ചിലപ്പോൾ അത് തെറ്റിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ നോക്കും, പക്ഷെ നമുക്കും പരിമിതികളില്ലേ, നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കുട്ടികൾ ആദ്യം മനസ്സിലാക്കുക. 6 മാർക്കിൻ്റെതാണെങ്കിൽ ആ നമ്പർ ഇട്ടില്ലെങ്കിൽ 6 മാർക്ക് പോയി. വേറൊരു കൃത്യമായി ചോദ്യത്തിന് നമ്പറുകൾ ഇടുക എന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഉത്തരം എഴുതാം, കൃത്യമായ ക്രമമില്ല. ആദ്യം ഉപന്യാസം എഴുതുവാനാണ് ഒരു കുട്ടിക്ക് ഇഷ്ടമെങ്കിൽ കുട്ടിക്ക് ഉപന്യാസം എഴുതാം. അതെ, അതിന് ചോദ്യത്തിന്റെ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തുക എന്നത് മാത്രമേ ഉള്ളൂ. ഏതാണോ ആത്മവിശ്വാസം തരുന്ന ഉത്തരം അതിൽ തന്നെ ആരംഭിക്കാം. അതെ, ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ നമ്പറിലാണ് നമുക്ക് മാർക്ക് ഇടാൻ കഴിയുക എന്നൊരു പരിമിതിയാണുള്ളത്. അതുകൊണ്ട് ചോദ്യത്തിന്റെ നമ്പറുകൾ കൃത്യമായി രേഖപ്പെടുത്തുവാൻ ഒരു കുട്ടിയും മറക്കരുത്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഒരു നമ്മൾ ആൻസർ പേപ്പർ എഴുതി, ആൻസർ പേപ്പറിൽ നമ്മൾ എഴുതി, അപ്പൊ അവസാനം ഒരു 3 വരിയോളം ബാക്കി കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം അവിടെ എഴുതി തുടങ്ങണ്ട, പകരം അടുത്ത പുതിയൊരു പേജ് എടുക്കുക. ആ പുതിയ പേജ് എടുത്തിട്ട് ഈ നമ്പർ അവിടെ എഴുതുകയാണെങ്കിൽ ഭംഗിയായിട്ടുള്ളൊരു ഉത്തരക്കടലാസ് നമുക്ക് ലഭിക്കും. അത് ശരിയാണ് ടീച്ചർ പറഞ്ഞത്. ഇങ്ങനെ ഒരു നിറഞ്ഞിരിക്കുന്ന പേപ്പറിന് ഖണ്ഡിക തിരിച്ചെഴുതുന്ന പേപ്പറും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്, കുറച്ച് വൃത്തിയായിട്ട് പേപ്പർ കൈകാര്യം ചെയ്യുന്നതിൻ്റെ. അതുപോലെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ കുറച്ച് ഉത്തരം ഇവിടെ എഴുതി വെച്ചിട്ട് അതേ ക്വസ്റ്റ്യൻ നമ്പറിന്റെ കുറച്ച് ഭാഗം അവസാനം എഴുതി വെക്കും, ബാക്കി എന്ന് പറഞ്ഞ് എഴുതും. നിങ്ങൾക്ക് അങ്ങനെ സമയത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ തന്നെ ടീച്ചർ പറഞ്ഞ പോലെ കുറച്ച് സ്പേസ് സ്ഥലമിട്ട് വെക്കുക, ഒഴിച്ചു വെക്കുക. എന്നിട്ട് എഴുതി കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് വന്ന് തിരിച്ച് ആ ഉത്തരം പൂർത്തിയാക്കാവുന്നതാണ്. ബാക്കി എന്ന് പറഞ്ഞ് എഴുതുന്നത് ശ്രദ്ധിക്കും ടീച്ചർമാർ, അധ്യാപകരെ നോക്കും.
പക്ഷേ അതിനേക്കാൾ ഭംഗി ഉത്തരക്കടലാസിന് തുടർച്ച വേണം. ഇതായിരിക്കും അതോടൊപ്പം അതിന് തന്നെ കുറച്ചും കൂടിയും നല്ലൊരു രീതി. നമുക്ക് ഏകദേശ കാര്യങ്ങളെല്ലാം ഏകദേശം ആയി നമ്മളൊരു എന്ന് ഇതൊക്കെ ആയി തോന്നുന്നു അല്ലേ? എന്നാണ് തോന്നുന്നത്. അതായത് ഇപ്പോൾ നമ്മള് ചോയ്സിന്റെ കാര്യം പറഞ്ഞു, 80 മാർക്ക്, മാർക്കിൻ്റെത് സമയം പറഞ്ഞു, 2.5 CE മാർക്കിൻ്റെ മണിക്കൂറാണ്, പറഞ്ഞു, CE മാർക്കുണ്ട്, ടൈം പറഞ്ഞു, പിന്നെ സ്കോറുകളുടെ വിഭജനം പറഞ്ഞു, യൂണിറ്റുകൾ പറഞ്ഞു. അവലോകനം ചെയ്തു. എനിക്ക് തോന്നുന്നു ഇത് കുട്ടികൾക്ക് വലിയ പ്രയാസമില്ലാതെ എഴുതുവാൻ സാധിക്കുന്ന ഒന്നായിരിക്കുമെന്ന് അല്ലേ? ആയിരിക്കും. കാരണം പാഠങ്ങളെല്ലാം തന്നെ അവർക്ക് സമകാലികമായിട്ട് അറിയാവുന്ന കാര്യങ്ങളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് നന്നായിട്ട് എഴുതുവാൻ സാധിക്കും. അപ്പൊ നല്ലൊരു പരീക്ഷ എല്ലാ കുട്ടികൾക്കും മാതൃഭാഷയായ നമ്മുടെ മലയാളത്തിലെ മധുരതരമായ ഒരു വിജയം എല്ലാ കുട്ടികൾക്കും കിട്ടട്ടെ. 80 മാർക്കും എല്ലാവർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഏവർക്കും വിജയാശംസകൾ.